ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ DMXൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ എടുത്തു തരുന്നത് മനോജ് മനോജ് സാറാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു റണ്ണിങ്. ഇതിനകത്ത് റണ്ണിങ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ 1 2 3 4 5 6 7 8 എണ്ണം നമ്മൾ റെഡ്. അപ്പം അതിന് വരെ നമ്മൾ 1 കട്ട് ചെയ്തു. എന്നിട്ട് 8 എണ്ണം റണ്ണിങ് ആക്കാൻ പോവാണ്. അപ്പം ആദ്യമേ 7 എണ്ണം നമ്മൾ റെഡാക്കി, റെഡിലാണ് റണ്ണിങ് ചെയ്യുന്നത്. ഒരെണ്ണം റെഡ് ഇതാക്കി, ദെൻ അതെല്ലാം കട്ട് ചെയ്തു. എന്നിട്ട് ഒന്നാമത്തത് നമ്മൾ ഗ്രീനാക്കി. ഇനി ഗ്രീനാണ് റൺ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഫുൾ റെഡായിരുന്നു, അതിൽ ആദ്യത്തെ മാത്രം ഗ്രീനാക്കി. എന്നിട്ട് നമ്മളിതിനെ പ്രോഗ്രാം മോഡിലോട്ട് വരുന്നു. ഈ പ്രോഗ്രാം മോഡ് ഇപ്പം ഞാൻ ഒന്നിലൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം മോഡ് ഇട്ടു. ദെൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 1 എന്ന് കാണിക്കുന്നത്. ആ 1 അല്ല, ബാങ്ക് അപ്പ് ചെയ്യുക. കാരണം ഓൾറെഡി ഒന്നിലൊരു പ്രോഗ്രാം കിടപ്പുണ്ട്. ദെൻ ബാങ്ക് അപ്പ് ചെയ്തു. ദെൻ രണ്ടാമത്തെ ഇതിലാണ് നമ്മൾ ബാങ്കിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുന്നത് രണ്ടാമത്തെ ബാങ്കിലാണ്. ദെൻ ഇത് നമ്മൾ ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ട് മിഡി ആഡ് കൊടുക്കുക. ദെൻ ഒന്നാമത്തെ സീനിൽ നമ്മളത് സേവ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് താത്തു. ഇത് താത്തിട്ട് എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ദിവസം ഫുള്ള് ഓഫാക്കിയിട്ട് ഫുൾ അപ്പ് ചെയ്തിട്ട് താത്തി. ഇനി നമ്മൾ ഒന്നാമത്തെ ഇത് ചെക്ക് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ഇത് 2ലോട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 മാത്രം കട്ട് ചെയ്യുന്നു. 2 മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം റെഡാക്കുന്നു. എന്നിട്ട് അത് ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് ആ റെഡ് താത്തുന്നു. ദെൻ 2ലാണ് നമുക്ക് ഗ്രീൻ വേണ്ടത്. ദെൻ 2ൽ ഗ്രീനാക്കി മീഡിയ ആഡ് കൊടുക്കുന്നു. നമ്മൾ 2ലോട്ട് അത് സേവ് ചെയ്യുന്നു. ദെൻ അത് താത്തി. ഇനി 3ലോട്ട് നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പിന്നെ പറഞ്ഞു തരാം. ഇതിപ്പം ഫുൾ അപ്പ് ചെയ്തു, താത്തി. ദെൻ നമുക്ക് 3ലാണ് ഗ്രീൻ വേണ്ടത്. അപ്പം 3 കട്ട് ചെയ്തിട്ട് ബാക്കി റെഡാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് നമ്മൾ മിഡി ആഡ് കൊടുക്കുന്നതിന് മുമ്പ് അത് ആക്കിയിട്ട് അതെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 3ലാണ് വേണ്ടത്. നമ്മൾ ഗ്രീൻ സേവ് ചെയ്യും. ദെൻ അത് 3 ഗ്രീനാക്കിയിട്ട് അത് നമ്മൾ അടുത്ത ഇതിലോട്ട് ആഡ് ചെയ്തു. ഇനി അത് നമ്മൾ ആ ഗ്രീൻ താത്തി. ഇനി നമുക്ക് 4ൽ എല്ലാം നമ്മൾ അതുപോലെ തന്നെ താത്തി ചെയ്തു. ദെൻ നമുക്ക് 4ലാണ് ഗ്രീൻ വേണ്ടത്. നമ്മൾ 4 കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം റെഡാക്കി. എന്നിട്ട് അതെല്ലാം ഓഫ് ചെയ്തു. എന്നിട്ട് റെഡ് താത്തി. ദെൻ 4ൽ നമ്മൾ ഗ്രീൻ ചെയ്തു. അപ്പം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. 4ലാണ് നമുക്ക് ഗ്രീൻ വേണ്ടത്. മീഡിയ ആഡ് 4ൽ ഗ്രീൻ ചെയ്തു. ഇനി അത് താത്തി ബാക്കിയെല്ലാം ഓഫ് ചെയ്ത് ഓണാക്കി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് 4ലാണ്. ദെൻ നമുക്ക് 5ലാണ് ഗ്രീൻ വേണ്ടത്. അപ്പോൾ 5 കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം റെഡാക്കി. എന്നിട്ട് ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് ആ റെഡ് താത്തിയിട്ട് നമുക്ക് 5ലാണ് ഗ്രീൻ വേണ്ടത്. ദെൻ 5ൽ ഗ്രീൻ കയറ്റി മീഡിയ ആഡ് കൊടുത്തു. 5ൽ ഗ്രീൻ സേവ് ചെയ്തു. ദെൻ അത് താത്തി അപ്പ് ചെയ്തു. ദെൻ നമുക്ക് 6ലാണ് ഗ്രീൻ വേണ്ടത്. 6 ഓഫ് ചെയ്തു. ഒരു സെക്കൻഡ്, ബാക്കിയെല്ലാം നമ്മൾ റെഡാക്കി. ദെൻ അതെല്ലാം ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് നമുക്ക് 6ലാണ് ഗ്രീൻ വേണ്ടത്. ബാക്കിയെല്ലാം റെഡാക്കി. ദെൻ അതെല്ലാം ഓഫ് ചെയ്തു. ദെൻ റെഡ് താത്തി. 6ൽ നമ്മൾ നമുക്ക് 7ലാണ് ഗ്രീൻ വേണ്ടത്. അത് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് 1ൽ ഗ്രീൻ, 2ൽ ഗ്രീൻ, 3ൽ ഗ്രീൻ, 4ൽ ഗ്രീൻ, 5ൽ ഗ്രീൻ, ദെൻ 6ൽ. അപ്പോൾ 6ലാണ് നമുക്ക് ഗ്രീൻ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ 6 നമ്മൾ ഗ്രീൻ സേവ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്, കാണാം നിങ്ങൾക്ക്. ദെൻ 6 മാത്രം നമ്മൾ ഇപ്പം 6 വരെ നമ്മൾ സേവ് ചെയ്തതായിട്ട് കാണിച്ചു. അത് നിങ്ങൾക്ക് അപ്ലോഡ് ആയെന്ന് എനിക്കറിയില്ല. നമ്മളത് ഫുൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നു. 1ൽ ഗ്രീൻ, 2ൽ ഗ്രീൻ,
3 ഗ്രീൻ, 4 ഗ്രീൻ, 5 ഗ്രീൻ, 6 വരെ ഗ്രീനായി. ഇനി നമുക്ക് 7 ഗ്രീൻ വേണ്ടത്. ദെൻ 7 സെലക്ട് ചെയ്തു, നമ്മൾ ആ 7 ഗ്രീനാക്കി. എന്നിട്ട് 7 കട്ട് ചെയ്തു, ബാക്കി 8 ഇട്ട്, ബാക്കി 7 ഒഴികെ ബാക്കി എല്ലാ നമ്പറും റെഡാക്കി. മീഡിയാട് സേവ്. ദെൻ നമ്മൾ 8 നമുക്ക് ഗ്രീൻ വേണ്ടത്. അപ്പം നമ്മൾ 8 ഫുള്ള് ആക്റ്റീവ് ആക്കിയിട്ട് അപ്പ് ചെയ്തിട്ട് താത്തുക. അപ്പം എല്ലാം ഓഫ് ആവും. ദെൻ നമ്മൾ 8 മാത്രം ഗ്രീൻ ഇത്രയും 7 വരെ റെഡാക്കി. ദെൻ അത് ഫുള്ള് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 8 ഗ്രീൻ. ദെൻ മീഡിയാട് അത് സേവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്തത് ഫുള്ള്, ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തത് ഫുള്ള് സേവ് ആയോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഫുൾ അപ്പ് ചെയ്തു, താത്തി, ഓഫാക്കി. ദെൻ ഒന്ന് ചെക്ക് ചെയ്തു. 2, 3, 4, 5, 6, 7, 8 ഇത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സേവ് ചെയ്തു. പ്രോഗ്രാം മോഡ് എക്സിറ്റ് ചെയ്തു, ബാക്കൗട്ട് ചെയ്തു. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ബാങ്കിലെല്ലാം ചെക്ക് ചെയ്തു. ബാങ്ക് നമ്പർ ഇതിപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ ഏത് ബാങ്കിലാണ് സേവ് ചെയ്തതെന്ന്. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും 1 ആദ്യം വരുന്നത്. ദെൻ അത് 2 ആക്കി. കാരണം 1 നമ്മൾ പല കളറായിട്ടിരിക്കുന്നത്. ദെൻ 2 വന്നിട്ട് ഇത് കണ്ട് റെഡിൽ നിന്ന് 1 ഗ്രീനായി. 2, 3, 4, 5, 6, 7, 8. ഇനി ഇതെങ്ങനെ റൺ ചെയ്യുമെന്ന് നോക്കാൻ പറ്റും. ദെൻ നമ്മൾ ഇവിടുന്ന് ഓട്ടോ മോഡിൽ വന്നു. ദെൻ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഇതിൻ്റെ കളർ ചേഞ്ചിങ് കണ്ടോ, ഇത് കളർ ഫെയ്ഡ് ചെയ്ത് പോകുന്നുണ്ടോ. ഇങ്ങനെ കളർ നമുക്ക് ഫെയ്ഡ് ചെയ്ത് വിടാൻ പറ്റും, അല്ലെങ്കിൽ സിംഗിൾ കളറായിട്ട് വിടാൻ പറ്റും, അല്ലെങ്കിൽ കളർ ഫെയ്ഡ് ചെയ്തിട്ടായിരിക്കും അത് പോകുന്നത്. നിങ്ങൾക്ക് പതുക്കെ നമ്മളിത് താത്തി കഴിഞ്ഞാൽ ഓരോ കളറും പതുക്കെ കളർ ചേഞ്ച് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. സ്പീഡിനനുസരിച്ച് ആ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ദെൻ അതിൻ്റെ ഫെയ്ഡിങ് ടൈം ഇതുണ്ട്. ഓരോ കളറിൽ നിന്നും അടുത്ത കളറിലോട്ട് പതുക്കെ മാറുന്ന കാണാം. കളർ ഫെയ്ഡ് ചെയ്തിട്ടാണ് കയറിപ്പോകുന്നത്. ഇതാണ് രണ്ടാമത്തെ പ്രോഗ്രാം മോഡ്. അതായത് നമ്മൾ ആദ്യത്തെ ഫുള്ള് ചെയ്ത് രണ്ടാമത്തെ നമ്മൾ റണ്ണിങ് ഉള്ള പ്രോഗ്രാം ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്സാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഏകദേശം ഒരു ഐഡിയ കെട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്സിലോട്ട് ഈ ആദ്യം ചെയ്ത പ്രോഗ്രാമും രണ്ടാമത്തെ ചെയ്ത പ്രോഗ്രാമും, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്രോഗ്രാം ഞാൻ റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ഇട്ട് കഴിക്കും. ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. അല്ലാതെ ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ട് അത് 3ാമത്തെ ബാങ്കിലോട്ട് ചെയ്തിട്ട് അത് നമ്മൾ സേവ് ചെയ്ത് നോക്കാം. 3 ബാങ്കാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. 1ാമത്തെ ബാങ്കിൽ നമ്മൾ ഇവിടെ റൺ ചെയ്യുകയാണ്. ഒരു സെക്കൻഡ് ഓട്ടോ മോഡിലാക്കിയിട്ട് 1ാമത്തെ ബാങ്ക് റൺ ചെയ്യുകയാണ്. ഓരോ കളറും ഓരോ കളറ് മാറുന്നത്, ഓരോ കളറിൻ്റെ മാറുന്നത് നമ്മൾ റെഡ്, ഗ്രീൻ, അങ്ങനെ ഓരോ കളർ. ദെൻ 2ാമത്തെ ബാങ്കിൽ നമ്മൾ ചെയ്തേക്കുന്നത് റണ്ണിങ് ആണ്. അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് നമ്മൾ റെഡ് ഫുള്ള് കത്തിച്ചിട്ട് ഒരു കളർ മാത്രം റൺ ചെയ്യിക്കുന്നൊരു പ്രോഗ്രാമാണ്. ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ അത് ഞാൻ ഓൾറെഡി വീഡിയോ പ്രോഗ്രാം ചെയ്യുന്ന ഇട്ടു. അതേപോലെ തന്നെ സെയിം പ്രോഗ്രാം ഞാൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡിൽ നിന്നും ഗ്രീൻ ലെഫ്റ്റിലോട്ട് വരുന്നത്. ഇനി ഈ ഒരു 2 പ്രോഗ്രാം, അതായത് റൈറ്റ് സൈഡിലോട്ട് പോകുന്നു, കാരണം ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ അതിന് നമ്മളൊരു ചേസിലോട്ടാണ് സേവ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാം. അപ്പം ഒരെണ്ണം 2ാമത്തെ ബാങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് ഗ്രീൻ കളറ് പോകുന്നത് നമ്മൾ ഇച്ചിരി സ്പീഡ് ഇടാം, അപ്പോൾ അറിയാൻ പറ്റും. ഇതാണ് ഒരു കളറിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഗ്രീൻ കളർ റൈറ്റ് സൈഡിലോട്ട് റൺ ചെയ്യുന്നു. ദെൻ അടുത്തത് റെഡിൽ നിന്ന് ഗ്രീൻ ലെഫ്റ്റ് സൈഡിലോട്ട് റൺ ചെയ്യുന്നതായിട്ട്. ഇത് ഞാൻ ഓൾറെഡി ഇപ്പം 2ാമത്തെ പ്രോഗ്രാം ചെയ്തു. അപ്പോൾ 2 ബാങ്കിൽ നമ്മൾ നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ സൂമിങ് പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ ലൈറ്റിൻ്റെ വെട്ടം ഒരു പ്രശ്നമാണ്. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 3ാമത്തെ ബാങ്കാണ്. ഇതുകൊണ്ട് ബാങ്കാണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തതിൻ്റെ നമ്പറായിരിക്കും കാണിക്കുന്നത്, എത്രാമത്തെ സീനാണ്. അപ്പോൾ സീൻ നമുക്കത് അറിയാൻ പറ്റും. 1, 2, 3, 4 അങ്ങനെയുള്ളത്.
ഏത് ബാങ്കിലാണ്. ദെൻ അടുത്തത് 4 ചെയ്തിട്ടില്ല, അതിപ്പോൾ 0 ആയിട്ട് ലൈറ്റ് ഓഫായി. 3 വരുമ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ഒഴുകുന്നു. ദെൻ 2 വരുമ്പോൾ റൈറ്റ് സൈഡ്. ഇപ്പോൾ 2 റൈറ്റ് സൈഡിലോട്ട് ഒഴുകുന്നു, ലെഫ്റ്റ് സൈഡിലോട്ട് ഒരുമിച്ച് ഒരു ചേസിൽ നമുക്ക് ഒരുമിച്ച്. അപ്പം നമ്മൾ 3 ബാങ്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ബാങ്കിൽ ഫുൾ കളർ ചേഞ്ച് ചെയ്യുന്നത് 8 എണ്ണം, 6 എണ്ണം. ദെൻ രണ്ടാമത്തേൽ നമ്മൾ വലത്തോട്ടുള്ള റണ്ണിങ്, ഗ്രീൻ്റെ റണ്ണിങ് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ. ദെൻ മൂന്നാമത്തെ ബാങ്കിൽ ആ റണ്ണിങ് റിവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിവിടെ ബാങ്ക് മാറ്റി കൊടുക്കേണ്ടി വരും. ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് പകരം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി കഴിഞ്ഞാൽ ഇതിനെ ഈ 2 ബാങ്ക് ഇത് സേവ് ചെയ്ത് എത്ര ഇതാണെങ്കിൽ നമുക്ക് അതിനെ നമ്മൾ ഒരു ചേസിലോട്ട്, നമുക്കിവിടെ 6 ചേസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. 6 ചേസ് ഉണ്ട്. ഈ 6 ചേസിലോട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ചെയ്ത പ്രോഗ്രാം. ദെൻ നമ്മൾ ഒന്നാമത്തേതിൽ നമ്മൾ ഏതാ ചെയ്തതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലോട്ട് റൺ ചെയ്യുന്നത്, അത് രണ്ടാമത്തേതിൽ റൈറ്റ് സൈഡിലോട്ട് റൺ ചെയ്യുന്നത്, മൂന്നാമത്തെ ബാങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട്. അപ്പം ഇത് തമ്മിൽ നമ്മൾ ഒരു ബാങ്കിലോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ന് വെച്ചാൽ ദെൻ 4th ബാങ്കിൽ നമുക്കൊന്നുമില്ല. ദെൻ നമ്മൾ പ്രോഗ്രാം മോഡിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും 1 വരുന്നത്. ദെൻ 1 അല്ല നമുക്ക് വേണ്ടത്, 2 ആണ് വേണ്ടത്. 2 സെലക്ട് ചെയ്യുക. ദെൻ ചേസ് പ്രസ് ചെയ്യുക. ചേസ് പ്രസ് ചെയ്യുമ്പോൾ ഈ ചേസിൻ്റെ നമ്പർ ഇവിടെ കാണാൻ പറ്റും. ഒന്നാമത്തെ ചേസാണ് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പം രണ്ടാമത്തെ ചേസാണ് രണ്ടാമത്തെ, ഒന്നാമത്തെ ആണെങ്കിൽ ഒന്നാമത്തെ. അപ്പോൾ ഒന്നാമത്തെ ചേസ് പ്രസ് ചെയ്തു. ഒന്നാമത്തെ ചേസിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ചെയ്യാൻ പോണത് ഈ ബാങ്ക്, അതായത് നമ്മൾ രണ്ടാമത്തെ ചേസിലെ ഫുൾ സീൻസ് നമ്മൾ ബാങ്ക് കോപ്പി ദെൻ മീഡിയാറ്റ് അതിലോട്ട് സേവ് ചെയ്തു. ഇനി മൂന്നാമത്തേതിലാണ് നമുക്ക് റിവേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നത്, അതായത് ഗ്രീൻ കളർ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള. അതിന് നമ്മൾ ആ ഫുൾ ബാങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ പ്രോഗ്രാം മോഡ് എക്സിറ്റ് ആക്കി വെളിയിൽ വന്നു. ദെൻ നമ്മൾ ഓട്ടോ മോഡിലോട്ട് ഇതിട്ടു. ദെൻ നമ്മൾ രണ്ടാമത്തെ ഇതാണ് നമ്മുടെ റണ്ണിങ്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകണു. ദെൻ മൂന്നാമത്തത് ലെഫ്റ്റ് സൈഡിലോട്ട്. ഇനി ഇത് നമ്മൾ ഒരു ചേസിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ചേസ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ചേസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുൾ ഓഫായി. ദെൻ നമുക്ക് 3 ഉണ്ട് 4, ഇത് രണ്ടും കൂടെ, അതായത് രണ്ടാമത്തെ ബാങ്കും മൂന്നാമത്തെ ബാങ്കുമാണ് ഈ ചേസ് നമ്മൾ സേവ് ചെയ്തത്. അപ്പം നമ്മൾ ഈ ചേസ് പ്രസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ചേസിൻ്റെ നമ്പർ ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ദെൻ അവിടുന്ന് നമ്മൾ ഇവന് ഓട്ടോ മോഡിൽ വന്നു. ദെൻ ഈ ഫെയർ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, കാണാൻ പറ്റും പതുക്കെ വൽ സൈഡിലോട്ട് പോകുന്നു. ദെൻ അവിടുന്ന് ഓട്ടോമാറ്റിക് റിവേഴ്സ് വരും. ഇതാ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതറിയാൻ പറ്റും, കളർ ചേഞ്ച് ചെയ്ത് പോകണം. ഇനി അതിൻ്റെ കളറിൻ്റെ ഫെയ്ഡ്, ഇപ്പം നമ്മൾ ഫെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒത്തിരി ഫെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ കളറിൽ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് അത്ര എഫക്റ്റീവ് വരത്തില്ല. പക്ഷേ നമ്മൾ ഫെയ്ഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ലെഫ്റ്റും റൈറ്റും ഇത് റൺ ചെയ്യുന്നത് 512. അതുപോലെ തന്നെ നമുക്ക് ഈ 6 ചേസും ആഡ് ചെയ്യാൻ പറ്റും. അത് എത്ര ബാങ്ക്, 23 ബാങ്ക് ഉണ്ട് വിധത്തിൽ. ആ 23 ബാങ്കിൽ നമുക്ക് ഇനി നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ചേസ് കട്ട് ചെയ്യുന്ന വെച്ചു. ഈ ചേസ് അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിടക്കുന്ന ബാങ്കിൽ ഏതാണോ അത് മാത്രമായിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട്. ഇനി നമുക്കത് 2ലോട്ടാക്കിയാൽ റൈറ്റ് സൈഡിലോട്ടാവും. ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.